Queen of the night, there's no savior inside. Futile is the fight in the prison of my life. ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ട്, ലോക എന്ന് പറയുന്ന പേര് പറഞ്ഞു. കുറച്ച് ചെറിയ ബ്രീഫ് വന്നിട്ട് എന്നോട് എഴുതാൻ പറഞ്ഞു. സോ ഈ സോങ്ങിൽ ലിറിക്സ് എഴുതിയതും ഞാനാണ്. ഫുൾ കോണ്ടെക്സ്റ്റ് കിട്ടി ആൻഡ് എനിക്ക് ആ വിഷ്വൽ അയച്ചു തന്നു. കല്യാണി ആ ഒരു പുതിയ സ്ഥലത്തോട്ട് മാറുന്നത്, നസ്ലിൻ സണ്ണി എന്ന് പറയുന്ന ക്യാരക്ടറിനെ മീറ്റ് ചെയ്യുന്ന ഒരു ആദ്യമായിട്ടാണ് ഞാനിപ്പോൾ ലോകയ്ക്ക് ഒരു പ്രോംപ്റ്റോ ഒരു റെഫറൻസോ കിട്ടിയിട്ട് ഞാൻ എഴുതുന്നത്. ഡേ ഡ്രീം ആൻഡ് മൈ ഫസ്റ്റ് സോങ് വാസ് കോൾഡ് ലിറ്റിൽ വൈറ്റ് ഡോർ. ബോത്ത് ദീസ് സോങ്സ്, ലിറ്റിൽ വൈറ്റ് ഡോർ ഐ റോട്ട് ഞാൻ ആദ്യം മുംബൈയിൽ ഷിഫ്റ്റ് ചെയ്യുന്നതിന്റെ ഒരു ഫസ്റ്റ് ഇയർ എക്സ്പീരിയൻസ്. ഒരു ബോളിവുഡിൽ ഒരു ഡെബ്യൂ നടത്തിയിട്ടുണ്ട് അല്ലേ? എന്റെ വോയിസ് ഇങ്ങനെ കേട്ട് ഇഷ്ടപ്പെട്ടു. സോ സഞ്ജയ് ലീല ഭൻസാരിയുടെ ഹീരാമണ്ഡി എന്ന് പറയുന്ന സീരീസിന്റെ ഒരു ഭാഗമാവാൻ പറ്റി. സോ അതിലെ ലൈക് ടീസർ ട്രെയിലർ. Jake said actually one thing I've always throughout everything, he's a very humble person, very grounded. ചെയ്തിട്ടുള്ള ഇപ്പോൾ വർക്ക്സ് എല്ലാം ആണെങ്കിൽ ഭയങ്കര ഒരു ക്ലാരിറ്റിയും വിഷൻ ഉള്ള ഒരാളാണ്. സോ എന്നെ ഇപ്പോൾ വിളിച്ചിരിക്കുന്ന പ്രോജക്ട്സ് എല്ലാം I think he knows what's apt and a good fit for my voice. കിളിയേ കിളിയേ മണി മണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിൻ അഴകിൻ. Dazzler Eterna Marvelous Foundation SPF 15 in 16 shades. Embrace a cruelty-free beauty routine with the vegan Dazzler Eterna. Nourish your inner beauty. വെൽക്കം ടു മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ്. അങ്ങനെ പറ, ഞാൻ ബിൽറ്റ ആൻഡ് ലോക മൂവി കണ്ട ആരും ക്യൂൻ ഓഫ് ദ നൈറ്റ് എന്ന ബ്യൂട്ടിഫുൾ സോങ് മറന്നിട്ടുണ്ടാവില്ലല്ലോ അല്ലേ? സോ ടുഡേ വി ഹാവ് വിത്ത് us the beautiful Zeba Tommy, the beautiful voice behind ക്യൂൻ ഓഫ് ദ നൈറ്റ്. എന്തുണ്ട് കുട്ടി വിശേഷം? സുഖമാണോ? സേബിനെ നമുക്ക് വളരെ വിശദമായിട്ട് ഇന്ന് പരിചയപ്പെടാം. പക്ഷെ അതിന് മുമ്പായിട്ട് ക്യൂൻ ഓഫ് ദ നൈറ്റ് എന്ന സോങ് രണ്ടുപേരും എനിക്കൊന്ന് പാടിത്തരും. പാടാലോ? You can try but you'll never know. Live like this and to never show. Roots that never hold, never grow. I'm running out of places to go. Queen of the night, there's no savior inside. Futile is the fight in the prison of my life. Now it's just another day and another place. Now it's just another day and another place. ഓ, അടിപൊളി അടിപൊളി. ആക്ച്വലി ആ മൂവിയുടെ എന്താ പറയാ, ആ മൂവിയിൽ ഫസ്റ്റ് തന്നെ പറയാനുള്ളത് അതില് നസ്ലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും ഈ ഒരു തീമിലാണ്. അതുപോലെ എനിക്ക് തോന്നുന്നു സേബയ്ക്ക് അറിയായിരിക്കും, ബട്ട് ഇതില് കല്യാണി നസ്ലിന്റെ ആ ഒരു കോംബോയില് ഇതിന്റെ ബാക്ക് എൻഡില് ശാന്തി ബി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കിത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പോർട്രേ ചെയ്യണം, ഇതിനൊരു സ്പെഷ്യാലിറ്റി വേണമെന്ന്. അപ്പൊ ജെയ്ക്സ് പറഞ്ഞു ഇതൊന്നും നോക്കണ്ട, നമ്മൾ സെറ്റ് ആക്കുന്നുള്ളത്. അത് അറിയായിരുന്നോ? അങ്ങനെ ഒരു സംഭവത്തിന് മുമ്പ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇല്ലല്ലോ, അറിയത്തില്ലായിരുന്നു. കാരണം ആക്ച്വലി ഇവൻ പ്രേക്ഷകർക്കാണെങ്കിലും ഓഡിയൻസിന് ആ ഒരു സീൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ആ മ്യൂസിക്കിന്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. ആക്ച്വലി എങ്ങനെയാണ് ഈ ലോക മൂവിയിലേക്ക് വരുന്നത്? സോ ജേക്സായിട്ട് ഇപ്പൊ ഐ തിങ്ക് ദിസ് ഇസ് മൈ ഫോർത്ത് ഫിലിം. ഐ വർക്ക്ഡ് ഓൺ എ കപ്പിൾ ഓഫ് പ്രോജക്ട്സ്. ഇതിന് മുന്നേ ഞാൻ കൽക്കി, ഗരുഡൻ, ഓഫീസർ ഓൺ ഡ്യൂട്ടി, പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ലോക. അപ്പൊ ഇത് ആക്ച്വലി ഒരു കപ്പിൾ ഓഫ് മന്ത്സ് മുന്നേ ഇതുപോലെ ജേക്സൺ ഹി ജസ്റ്റ് റീച്ച്ഡ് ഔട്ട്, ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ട്, ലോക എന്ന് പറയുന്ന പേര് പറഞ്ഞു. കുറച്ച് ചെറിയ ബ്രീഫ് വന്നിട്ട് എന്നോട് എഴുതാൻ പറഞ്ഞു. സോ ഈ സോങ്ങിൽ ലിറിക്സ് എഴുതിയതും ഞാനാണ്. ആൻഡ് സോ ഹി ടോൾഡ് മീ ഇങ്ങനെ ഒരു പാട്ട് ലിറിക്സ് ഒന്ന് എഴുതണം എന്ന് പറഞ്ഞു. സോ അങ്ങനെ വന്നപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്നെ ഡൊമിനിക് അരുൺ ഡയറക്ടർ വിളിച്ചാണ് പ്രോപ്പർ ഒരു ബ്രീഫ് തന്നെ. സോ ഇതാണ് ലൈക്ക് ചന്ദ്ര എന്നൊരു ക്യാരക്ടർ കള്ളയങ്കാട്ട് നീലിയുടെ ഒരു ബേസിസിൽ, ഫോക്ലോർ ബേസിസിലാണ്, യക്ഷി, വാമ്പയറിസം, ഓൾ ഓഫ് ദാറ്റ് ഒരു ഫുൾ കോണ്ടെക്സ്റ്റ് കിട്ടി ആൻഡ് എനിക്ക് ആ വിഷ്വൽ അയച്ചു തന്നു. സോ എന്റെ ആ പാട്ട് വരുന്ന ആ ഒരു സീന് വിച്ച് ഇസ് കല്യാണി ആ ഒരു പുതിയ സ്ഥലത്തോട്ട് മാറുന്നത്, ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്, പിന്നെ അത് കഴിഞ്ഞിട്ട് നസ്ലിൻ സണ്ണി എന്ന് പറയുന്ന ക്യാരക്ടറിനെ മീറ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റ്, അതായിരുന്നു ആ ഒരു വിഷ്വൽ അയച്ചു തന്നത്. സോ അതിന്റെ ബേസിസിലാണ് എന്നോട് ലിറിക്സ് ക്രാഫ്റ്റ് ചെയ്യാൻ പറഞ്ഞത്. സോ ബേസിക്കലി ഇപ്പൊ ആ ഫിലിം എടുത്താലും അതിൽ സൗണ്ട് ട്രാക്ക് എടുത്താലും ആ ഒരു ചന്ദ്രയുടെ പെർസ്പെക്റ്റീവ് പറയുന്ന ഒരു സോങ് ആണ് എന്റെ ലൈക് ക്വീൻ ഓഫ് ദ നൈറ്റ്. സോ ലിറിക്സ് നോക്കിയാലും ഐ എം കൈൻഡ് ഓഫ് ലൈക് പുട്ടിങ് ദ ഇമോഷൻസ് ആൻഡ് ഫീലിംഗ്സ് ഓഫ്
the character Chandra and what she's going through. ഇപ്പൊ ഒരു ഇമ്മോർട്ടൽ ആയിട്ടുള്ള ഒരു ആളുടെ ഒരു ഫീലിങ്സ് ഇമോഷൻസ് എങ്ങനെയാണ് അവരുടെ ഒരു ഇത്. സോ ദാറ്റ്സ് ഹൗ ആ ഒരു ലിറിക്കൽ ആസ്പെക്ട് ഞാൻ അങ്ങനെയാണ് ഇത് ചെയ്തത്. സോ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തു, അയച്ചു കൊടുത്തു. കപ്പിൾ ഓഫ് മന്ത്സ് കഴിഞ്ഞിട്ടാണ് പടം ഇറങ്ങിയിട്ട് പിന്നെ പറയണ്ടല്ലോ, ലൈക്ക് ഇറ്റ്സ് സൂപ്പർ ഹിറ്റ്. ആക്ച്വലി ഈ ഒരു മൂവിയുടെ ഒരു ഭാഗമായിരിക്കണം അത്, ഇത്രയും ഹിറ്റ് മൂവിയുടെ അല്ലേ. അപ്പൊ ഈ മൂവി ആസ് എൻ ഓഡിയൻസ് അത് കണ്ടു കഴിഞ്ഞപ്പോ എന്തായിരുന്നു ഫീൽ ചെയ്തത്? അത് ഒബ്വിയസ്ലി തിയേറ്ററിൽ പോയി കാണുമ്പോൾ വേറെ ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഞാൻ ഇതിനു മുന്നേ ചെയ്തിട്ടുള്ള പ്രോജക്ട്സ് ഓഫ് കോഴ്സ് ഞാൻ ഒരു 20-25 ഫിലിംസോളം പാടിയിട്ടുണ്ട്. പക്ഷെ എഴുതി പാടിയൊരു പാട്ട് ഇതാണ് ആദ്യമായിട്ട്. സോ അത് ഫിലിമിൽ കാണുമ്പോൾ തിയേറ്ററിൽ കാണുമ്പോൾ ഇറ്റ്സ് എ വെരി ഡിഫറെന്റ് എക്സ്പീരിയൻസ്. ലൈക്ക് നല്ല രസമായിരുന്നു. ലൈക്ക് ഈവൻ എനിക്കാണെങ്കിലും ഭയങ്കര ഫേവറേറ്റ് പോർഷൻ അവർ രണ്ടുപേരെയും കാണിക്കുമ്പോൾ ആ മ്യൂസിക്. ഐ തിങ്ക് ദ റീസൺ ഈ പാട്ട് ഇത്രയും എനിക്കൊന്ന് ഓഡിയൻസ് ആയിട്ട് കണക്ട് ആയത് ബിക്കോസ് ഓരോ ഡിപ്പാർട്ട്മെന്റ്സും നല്ല ടോപ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മള് സിനിമാറ്റോഗ്രഫി ആയാലും ഡയറക്ഷൻ ആയാലും കളർ ഗ്രേഡിങ് ആ ഡയറക്ഷൻ എല്ലാം നല്ല പെർഫെക്റ്റ് ടോപ്പ് നോച്ച്. വിഷ്വൽസ് ഓൾസോ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ ജെക്സ്റ്റന്റെ കാര്യം പിന്നെ എവറിത്തിങ് ഒരുമിച്ച് വന്നപ്പോ ഇറ്റ് വാസ് ലൈക്ക് എ ബ്യൂട്ടിഫുൾ. ജെയ്ക്സ് എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ എല്ലാവരുടെയും ഒരു അഭിമാനമാണ്. ആളുടെ 4th മൂവിയിലാണ് ആക്ച്വലി ചെയ്യുന്നത് അല്ലെ. എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും ഇപ്പൊ അറിയായിരിക്കും. പക്ഷെ എന്നാലും നമ്മളുടെ സൂപ്പർ ഹിറ്റ് ഓഫീസർ ഓൺ ഡ്യൂട്ടി മൂവിയിലെ നിയോൺ റൈറ്റ് സോങ് പാടിയ ആളാടിയിരിക്കുന്നത്. ആക്ച്വലി അതും എന്താ പറയാ, നമ്മൾ ഈ പ്രേക്ഷകർക്ക് കാണുമ്പോൾ ഒരു സ്വാഗ് വൈബ് വരുന്ന ഒരു സോങ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സോങ് ആയിരുന്നു. ബിക്കോസ് ആ ഒരു മൂവിയുടെ തീമും അങ്ങനെയാണ്. അതിൽ വില്ലന്മാരെ കാണിക്കുന്നത്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് കുറെ കട്ട്സ് ഇറങ്ങുമായിരുന്നു. കട്ട്സ് ഇറങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ എഡിറ്റ്സും അതും അടിപൊളിയായിരുന്നു. അപ്പൊ അതിലേക്ക് എനിക്ക് തോന്നുന്നു അതിനേക്കാൾ കൂടുതൽ ഇപ്പോഴാണ് തോന്നുന്നു കൂടുതൽ ആൾക്കാർ അറിഞ്ഞ ചെയ്യുകയാണ് ഇത് രണ്ടും ചെയ്തതുള്ളത് അല്ലെ. അപ്പൊ ആ മൂവിയിലേക്കും ഓപ്പർച്യൂണിറ്റി എങ്ങനെയായിരുന്നു കിട്ടിയത്? അതും ഇതുപോലെ ഞാൻ ഇപ്പൊ മുംബൈയിലാണ്. സിൻസ് ലാസ്റ്റ് 3-4 years മുംബൈയിലാണ്. പക്ഷെ ഐ ഷട്ടിൽ ബാക്ക് ആൻഡ് ഫോർത്ത് കുറെ അല്ലേ, കൊച്ചി മുംബൈ. സോ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ജെക്സനെ വിളിക്കുമ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ പോയി സ്റ്റുഡിയോയിൽ പോയിട്ട് എന്താണ് പ്രോജക്റ്റ് എന്ന് ഇങ്ങനെ കേൾക്കും. അപ്പൊ നിയോൺ റൈഡ് ആക്ച്വലി ആദ്യം വിളിച്ചപ്പോ ആ ഒരു കോറസിന്റെ ആ ഒരു മലയാളം ആ ഒരു ഹുക്ക് ലൈൻ അല്ലേ, അതും പാടനായിരുന്നു. പിന്നെ ഒരു സ്പാനിഷ് പോർഷൻ ഇപ്പൊ സമ്മൺ എൽസ്, പക്ഷെ അത് ആദ്യം ഇംഗ്ലീഷ് ആയിരുന്നു വേർഷന്. സോ അതിന്റെ ലിറിക്സ് ആക്ച്വലി ട്രയൽ ചെയ്തായിരുന്നു, ഞാൻ എഴുതി ട്രൈ ചെയ്തായിരുന്നു. പിന്നെ അവസാനം എൻഡ് അപ്പ് കീപ്പിംഗ് ആ ഒരു സ്പാനിഷിന്റെ പോർഷൻ. ബട്ട് അതുപോലെ ഞങ്ങൾ ഇങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്തിട്ടാണ് അവസാനം ആ സോങ്ങും ഇറങ്ങി ഹിറ്റായി. അങ്ങനെ അല്ലെ. എല്ലാ സിംഗേഴ്സ്, എല്ലാ അടിപൊളി സിംഗേഴ്സിന്റെ ബാക്കിൽ ഒരു സ്റ്റോറി ഉണ്ടാവും. ലൈക്ക് എപ്പോഴാണ് ഈ ഒരു പാഷൻ സ്റ്റാർട്ട് ചെയ്തത്, ലൈക്ക് എപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഇതൊരു കരിയർ ആക്കി എടുക്കണം, അല്ലെങ്കിൽ ഇതുപോലെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇനി വരും എന്നുള്ള ഒരു തോട്ട് തോന്നിയത് എപ്പോഴാണ് ശരിക്കും ജയബയ്ക്ക്? അങ്ങനെ ഒരു പെർട്ടിക്കുലർ മൂമെന്റ് ഒന്നും ഇല്ല ഇങ്ങനെ പെട്ടെന്ന് കരിയർ ആക്കണം എന്ന് പറഞ്ഞത്. കാരണം ഇത് വർഷങ്ങളായിട്ട് ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്രാഫ്റ്റ് ആണ്. ഞാൻ 6-7 വയസ്സ് തൊട്ട് പഠിക്കുന്ന ആളാണ് മ്യൂസിക്. ആൻഡ് വെസ്റ്റേൺ ആയാലും ഞാനൊരു 12-13 years ആയപ്പോ തന്നെ പിക്ക് ചെയ്തതാണ് ലൈക്ക് വെസ്റ്റേൺ മ്യൂസിക്. പിന്നെ ഞാൻ എൻ്റെ ട്രെയിനിങ് ഗ്രേഡ് എക്സാംസ് ഒക്കെ ചേഞ്ച് ചെയ്തു. പക്ഷെ അത് ലൈക്ക് ഐ നോൺ മ്യൂസിക് ഫോർ എ വെരി ലോങ് ടൈം ആൻഡ് വീട്ടിൽ നിന്നും ആ സപ്പോർട്ട് ഉണ്ടായിരുന്നു. സോ എനിക്ക് ഒരിക്കലും ഇത് കരിയർ ആക്കാൻ പറ്റൂല എന്നൊരു സിറ്റുവേഷൻ വന്നിട്ടില്ല. ഓക്കെ, അങ്ങനെയാണ്. ആക്ച്വലി ശരിയാണ്, പേരൻസിന്റെ സപ്പോർട്ട് എനിക്ക് കാണാൻ പറ്റും. അവരിവിടെ ഉണ്ട്. അപ്പൊ അവരിവിടെ നിന്നിട്ട് നീ പാട്ട് പാടിക്കോ പറയാം സപ്പോർട്ടീവ് ദേ ആറുന്നുള്ളത്. അപ്പൊ അവരുടെ സപ്പോർട്ടും ഒരു ഇത് തന്നെയാണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണ് പഠിച്ചത് അല്ലെ. അപ്പൊ ഈ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചത് നമ്മുടെ ഈ സ്റ്റോറി ടെല്ലിംഗ് അല്ലെങ്കിൽ സിംഗ് ചെയ്യുമ്പോ റൈറ്റ് ചെയ്യുമ്പോ ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ടോ? വലുതായിട്ട് ഐ വുഡന്റ് സേ. ഓഫ് കോഴ്സ് ലൈക്ക് അതൊരു ഒരു ടെക്സ്റ്റ് ലിറ്ററേച്ചർ അത് ഒരു സെപ്പറേറ്റ് ചെയ്തായിട്ട് പഠിക്കുമ്പോൾ നമ്മുടെ ലാംഗ്വേജിനോ ലൈക്ക് അതിനൊരു നല്ല അഡിഷൻ ഉണ്ട്. പക്ഷെ എനിക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റിന് സ്കൂളിലോട്ട് നല്ല ഒരു ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു. ഞാനിങ്ങനെ എഴുതി ട്രയലൊക്കെ ചെയ്യുന്നതൊക്കെ സ്കൂളിലോട്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരാളായിരുന്നു. സോ സേബയ്ക്ക് ഏറ്റവും കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ട് ഏത് കൈൻഡ് ഓഫ് പാട്ടാണ്? ഞാൻ ആക്ച്വലി അങ്ങനെ ഒരു ജോണർ ഓർ ലാംഗ്വേജ് സ്റ്റിക്ക് ചെയ്യുന്ന ആളല്ല. ലൈക്ക് ഐ ലിസൺ ടു ഓൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മ്യൂസിക് ലാംഗ്വേജസ്. കാരണം ബിക്കോസ് നമ്മളൊരു ഈ ഫീൽഡിൽ ആയിരിക്കുമ്പോൾ ഒരു ആർട്ടിസ്റ്റ് ഒരു കമ്പോസർ ക്രിയേഷൻ ആസ്പെക്റ്റിലാകുമ്പോൾ നമ്മൾ മാക്സിമം കുറച്ച് നല്ല ഇൻഫ്ലുവൻസസും ടേസ്റ്റ്സ് ഡെവലപ്പ് ചെയ്യണം. സോ ഞാൻ കുറെ
കുറെ സാധനം ഇങ്ങനെ കേൾക്കും. ഇങ്ങനെ കേൾക്കും, കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമുള്ള. നമ്മളിപ്പോ ആർട്ടിസ്റ്റോട് ചോദിക്കും ഏത് ജോണർ ഓഫ് മൂവീസ് ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടമുള്ളത്. സോ ആസ് എ സിംഗർ റൈറ്റർ എന്ത് കൈൻഡ് ഓഫ് ലൈക് വെസ്റ്റേൺ ഉണ്ട്, കർണാട്ടിക് സ്റ്റൈൽ ഉണ്ട്, പോപ്പ് ഉണ്ട്, ലൈക്ക് ഇതിൽ ഏതാണ് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടം? അതാ ഞാൻ ഏറ്റവും അഗൈൻ നമ്മൾ റൈറ്റിംഗ് നോക്കുവാണെങ്കിൽ എനിക്ക് ഏറ്റവും എന്റെ ലാംഗ്വേജ്, പ്രൈമറി ലാംഗ്വേജ് എഴുതാൻ എപ്പോഴും ഇംഗ്ലീഷ് ആണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഞാൻ ഒരിക്കലും എന്നെ ഒരു ബോക്സിൽ ഇടൂല, ലൈക്ക് വെസ്റ്റേൺ മാത്രം പാടണം, വെസ്റ്റേൺ മാത്രം പറ്റുള്ളൂ എന്ന് ഞാൻ പറയത്തില്ല. എനിക്ക് എപ്പോഴും ലൈക്ക് ട്രൈ ചെയ്യാൻ ഇഷ്ടമാണ്. ലൈക്ക് ഡിഫറെന്റ് ലാംഗ്വേജസ് ആയാലും ഡിഫറെന്റ് ജോണേഴ്സ് ആയാലും ഐ ഓൾവേസ് ഓപ്പൺ ടു ട്രൈയിങ്. സോ അത് ഐ വുഡന്റ് റിസ്ട്രിക്ട് മൈസെൽഫ് ടു ഓൺലി വൺ തിങ്. ഓക്കെ. ആൻഡ് ഓൾസോ നമ്മളുടെ ഹിന്ദിയിൽ ബോളിവുഡിൽ ഒരു ഡെബ്യൂ നടത്തിയിട്ടുണ്ട് അല്ലേ? അത് ചെറിയൊരു ആണെങ്കിലും ബട്ട് സ്റ്റിൽ എത്രയോ പേരുടെ ആഗ്രഹമാണല്ലേ ഒരു ബോളിവുഡിൽ ഒരു പാട്ട് പാടാന്നുള്ളത്. അത് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എങ്ങനെയായിരുന്നു കിട്ടിയത്? ഇതുപോലെ ഞാൻ മുംബൈയിൽ മാറിയത് ഒരു മ്യൂസിക് പ്രൊഡക്ഷന്റെ കോഴ്സ് പഠിക്കാനായിരുന്നു. സോ അവിടുത്തെ ഒരു ഫാക്കൽറ്റി ഇങ്ങനെ ഒരു ഹീസ് എ പ്രൊഡ്യൂസർ, കമ്പോസർ, കുറെ വർക്ക് ചെയ്യായിരുന്നു. സോ എന്റെ വോയിസ് ഇങ്ങനെ കേട്ട് ഇഷ്ടപ്പെട്ടു. സോ സഞ്ജയ് ഭൻസാലിയുടെ ഹീരാമണ്ഡി എന്ന് പറയുന്ന സീരീസിന്റെ ഒരു ഭാഗമാവാൻ പറ്റി. സോ അതിലെ ലൈക് ടീസർ, ട്രെയിലർ, ഓൾ പ്രൊമോസിൽ ഉള്ള ഓൾ വോക്കൽ അറേഞ്ച്മെന്റ്സ്, വോക്കൽ ഡിസൈനിങ് എല്ലാം ഞാനാ ചെയ്തത്. ഓ നൈസ്, അടിപൊളി. അതുപോലെ എന്തായാലും സേബേനെ കാണുമ്പോൾ ഡേ ഡ്രീം എന്നുള്ളൊരു സബ്ജക്ട് പറയാതിരിക്കാൻ പറ്റില്ല അല്ലേ? ഐ ക്യാൻ സീ യുവർ ഹാപ്പിനെസ് ഞാനത് പറയുമ്പോ തന്നെ. കാരണം അത് ഓഫ് കോഴ്സ് നമ്മള് അല്ലേ, എനിക്ക് തോന്നുന്നത് സേബയുടെ ലൈഫിൽ എനിക്ക് തോന്നുന്നത് സേബ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കാൻ ഇഷ്ടമുള്ള ഒരു സബ്ജക്ട് തന്നെ ആയിരിക്കും. അതിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഇമോഷണൽ ടേമോയിൽ എന്നിട്ടുള്ള ഒരു വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് അതാണ് ആസ് എ സോഴ്സ് നമ്മൾ ഡേ ഡ്രീമിൽ എടുത്തത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതെന്താണ് സംഭവം എന്നുള്ളത് ഒന്ന് പറയും? അതെവിടെ ഞാൻ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയല്ല, നമ്മളിപ്പോ ഏതൊരു ആർട്ടിസ്റ്റ് ഒരു പീസ് ഓഫ് മ്യൂസിക് എടുക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു there will be like ഒരു സോഴ്സ് ഓഫ് സ്റ്റിമുലേഷൻ അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ. സോ എനിക്ക് എപ്പോഴും ഞാൻ ഇങ്ങനെ എഴുതാൻ വേണ്ടി ഇരുന്ന് അങ്ങനെ എഴുതിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഞാനിപ്പോ ലോകയ്ക്ക് ഒരു പ്രോംപ്റ്റോ ഒരു റെഫറൻസോ കിട്ടിയിട്ട് ഞാൻ എഴുതുന്നത്. അതിന് മുന്നേ നമ്മൾ നമ്മുടെ തന്നെ ഒരു സോങ്സോ ഓൺ പീസ് ഓഫ് ആർട്ട് ഉണ്ടാക്കുവാണെങ്കിൽ നമ്മളിപ്പോൾ എൻവയൺമെന്റ്, നമ്മുടെ ഒരു സിറ്റുവേഷൻസ്, നമ്മുടെ കൂടുതൽ ആൾക്കാരുടെ അവിടെ നിന്നാണ് നമ്മൾ ഇൻസ്പിറേഷൻ ഡ്രോ ചെയ്യുന്നത്. സോ ഐ തിങ്ക് Daydream and my first song was called Little White Door. Both of these songs, Little White Door I wrote ഞാൻ ആദ്യം മുംബൈയിൽ ഷിഫ്റ്റ് ചെയ്യുന്നതിന്റെ ഒരു ഫസ്റ്റ് ഇയർ ഒരു എക്സ്പീരിയൻസ്, ഒരു പുതിയ സ്ഥലത്തോട്ട് മാറുന്നതിന്റെയും ആ ഒരു എക്സ്പീരിയൻസ്. സോ ഓക്കെ, അങ്ങനെയാണ്. ഇപ്പൊ ഡേ ഡ്രീം എന്ന് പറയുന്നില്ല, അങ്ങനെ ഒരു എക്സാക്ട് നമ്മൾ ഇമോഷണൽ ടേമോൾ പറയുന്ന ഡേ ഡ്രീം എന്ന് എഴുതിയത് വാസ് ലൈക്ക് നമ്മളൊരു ഒരു കോൺവെർസേഷണൽ ബേസിസിലാണ്. അപ്പൊ അതാണ് ഞാൻ എന്റെ ഒരു മെയിൽ സിംഗറേയും കൂടി അതിലോട്ട് കൊണ്ടുവന്നത്. അപ്പൊ നമ്മൾ ലിറിക്സ് നോക്കാം, ശ്രേയ യാദവ്. സോ നമ്മളൊരു കോൺവെർസേഷൻ ബേസിസിൽ ഇങ്ങനെ ലിറിക്സ് എഴുതി ഒരു സോങ് ആണ്. അങ്ങനെയാണല്ലേ? ഓക്കെ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും ഒരു മ്യൂസിക് അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ആകുമ്പോൾ നമുക്കൊരു ഒരാള് ഭയങ്കരമായിട്ട് ഒരു ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് വെക്കും, ലൈക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് വെക്കാറുണ്ട്. അപ്പൊ അതില് ഇപ്പൊ ഞാൻ സേബേനോട് ചോദിക്കുവാണെങ്കിൽ ഏറ്റവും ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ആരായിരിക്കും മ്യൂസിക്കൽ ആസ്പെക്റ്റിൽ, അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിൽ ഈ ഒരു ജേർണിയിൽ? എനിക്ക് തോന്നുന്നു എൻ്റെ ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് മൈ ലൈഫിൽ അങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടാവുമായിരിക്കും. ബിക്കോസ് ഞാൻ വളർന്നു വരുന്ന സമയത്ത് ഐ തിങ്ക് ഒരു സ്കൂൾ ടൈമിലൊക്കെ ഐ വാസ് എ ഹ്യൂജ് ശ്രേയ ഘോഷാൽ ഫാൻ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഞാൻ വെസ്റ്റേൺ ഇങ്ങനെ കേട്ട് പാടി വരുന്ന സമയത്ത് ഐ വാസ് എ ബിഗ് അഡേൽ, സ്റ്റിൽ ആം അഡേൽ, വിറ്റ്നി ഹ്യൂസ്റ്റൺ, അവരുടെ ഒക്കെ ഇതാണ്. സോ ഐ തിങ്ക് ദാറ്റ് ടേസ്റ്റ് ആൻഡ് ദിസ് തിങ് കീപ്സ് ചേഞ്ചിങ്. ഇപ്പൊ ഫോർ മീ വാട്ട് ഐ ഡു ഇസ് എനിക്ക് ഓരോ കാര്യങ്ങളിലും നമ്മൾ ഓരോ ആർട്ടിസ്റ്റിൽ നിന്ന് ഇങ്ങനെ നമ്മൾ ഇൻസ്പിറേഷൻ ഇങ്ങനെ ഡ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ? അപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ ജയ്സേട്ടൻ എന്ന് എന്താണ് ഒരു എന്താ പറയാ നമുക്ക് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു കാര്യം എടുത്തത് എന്തായിരുന്നു? ജയ്സേട്ടൻ ആക്ച്വലി വൺ തിങ് ഐ ഹാവ് ഓൾവേസ് loved about him is throughout everything he's a very humble person, very grounded, ഭയങ്കര എന്തൊക്കെ പറയുക, ലൈക്ക് ആ വർക്ക് വരുമ്പോൾ ഹിസ് വർക്ക് എത്തിക് ഇസ് വെരി ലൈക്ക് സ്ട്രോങ്. ആൻഡ് ചെയ്തിട്ടുള്ള ഇപ്പോൾ വർക്ക്സ് എല്ലാം ആണെങ്കിലും ഭയങ്കര ഒരു ക്ലാരിറ്റിയും വിഷൻ ഉള്ള ഒരാളാണ്. സോ എന്നെ ഇപ്പോൾ വിളിച്ചിരിക്കുന്ന പ്രോജക്ട്സ് എല്ലാം ഐ തിങ്ക് ഹി നോസ് വാട്ട്സ് ആപ്റ്റ് ആൻഡ് എ ഗുഡ് ഫിറ്റ് ഫോർ മൈ വോയിസ്. സോ ആ ഒരു നല്ല വിഷനും ക്ലാരിറ്റി ഉള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ് എടുക്കുന്നത് അല്ലേ? ഓക്കെ. ഈ ലോക മൂവിയിലെ ആർട്ടിസ്റ്റിനും ഒക്കെ കണ്ടായിരുന്നോ? നേരിട്ട് അങ്ങനെ ആരെയും, ഞാൻ മുംബൈയിലായത് കാരണം ലൈക്ക് മോസ്റ്റ് പ്രോജക്ട്സ് ചിലപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ചെയ്യുന്നത്.
ബട്ട് ഐ ഹോപ്പ് ടു മീറ്റ് ഓൾ ഓഫ് ദം. പക്ഷെ കുറച്ചുപേരൊക്കെ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ റീച്ച് ഔട്ട് ചെയ്തായിരുന്നു. ആണല്ലേ? അപ്പൊ ഈ മൂവി ഇറങ്ങി കഴിഞ്ഞിട്ട് ഈ ഒരു സോങ്ങിന് പേരിൽ ഏറ്റവും നന്നായിട്ട് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് എന്താ? അല്ലെങ്കിൽ ഏതെങ്കിലും ആർട്ടിസ്റ്റ് ഡയറക്ട്ലി കോൺടാക്ട് ചെയ്യുക എന്തെങ്കിലും ചെയ്തായിരുന്നു? കോൺടാക്ട് ചെയ്ത് നമ്മള് ഫിലിമില് ക്രൂവിൽ തന്നെ കുറച്ച് ആൾക്കാർ, സുശാന്തി, അരുൺ, നിമിഷ്, അവരൊക്കെ ലൈക്ക് റീച്ച് ഔട്ട് ചെയ്തായിരുന്നു. ഓഫ് കോഴ്സ് അതർ ദാൻ ദാറ്റ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഒരു ആസ് എൻ ആർട്ടിസ്റ്റ് ഫുൾഫില്ലിംഗ് ഇസ് ഈ ഒരു പ്രോജക്റ്റിന് ലിറിക്സ് എഴുതിയ കാരണം ഐ വാസ് വെരി സർപ്രൈസ് ദാറ്റ് പാട്ട് യൂട്യൂബിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് ആൾക്കാരെ ലിറിക്സ് ഡീകോഡ് ചെയ്യാൻ തുടങ്ങി. ലൈക്ക് ഓരോ ലിറിക്സ് ഇങ്ങനെ പിക്ക് ഔട്ട് ചെയ്തിട്ട് ഓ ഇതിന്റെ മീനിങ് ഇതാണ്, ഓ ഇതിങ്ങനെ ആയിരിക്കും. സോ ഐ തിങ്ക് ഐ ജസ്റ്റ് ലവ് ദ യുനോ ലൈക്ക് ഒരു അറ്റൻഷൻ ആൻഡ് ഡെപ്ത് ഇൻ ടു വിച്ച് ആൾക്കാർ ആ സോങ്ങിന് യുനോ ടേക്ക് ചെയ്യുന്നത്. ആക്ച്വലി സേബ പറഞ്ഞപ്പോഴാണ് ശരിക്കും നമ്മളുടെ ആ ഒരു സോങ്ങിന്റെ ആ ഒരു അർത്ഥം ചന്ദ്രയുടെ ലൈഫായിട്ട് വെച്ചിട്ടുള്ളതാണെന്ന്. ശരിയാണ്. പിന്നെ ആലോചിക്കുമ്പോഴാണ് അതുപോലെ കിളിയെ കിളിയെ എന്നുള്ള സോങ്ങും ഇതേപോലെ തന്നെ അവരുടെ ഒരു ലൈഫ് തമ്മിൽ അത് നമ്മൾ പറയുമ്പോഴാണ് ആക്ച്വലി മനസ്സിലാവും. നമ്മൾ നോക്കുമ്പോൾ മിക്കവരും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവര് അത് എൻജോയ് ചെയ്യും, നൈസ് സോങ് അത്രേ ഉള്ളൂ എന്നുള്ളത്. ബട്ട് എനിക്ക് തോന്നുന്നു ഇതുപോലെ ഡീപ്പായിട്ട് ചിന്തിക്കുമ്പോഴായിരിക്കും മേ ബി അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് ഫീൽ ചെയ്യുക അല്ലെ. ഇനി ആർക്കും പാടിക്കൊടുക്കാത്ത, ഒരു ഇന്റർവ്യൂവിലും ഒന്നിനും പാടാത്ത ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സേബയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള, പാടാൻ ഇഷ്ടമുള്ള അല്ലെങ്കിൽ കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു പാട്ട് പാടും? മലയാളം ആയ നല്ലത്, അല്ലെങ്കിലും മലയാളം പാടാം. ഓക്കെ. എനിക്ക് അങ്ങനെ ഇപ്പൊ പാടാത്ത, ഇന്റർവ്യൂവിൽ പാടാത്ത പാട്ടുകൾ എന്ന് പറഞ്ഞപ്പോ എന്റെ ലിസ്റ്റ് കുറച്ച് ചെറുതായി. പക്ഷെ ദിസ് ഇസ് വൺ സോങ് വിച്ച് again the song is a very pretty song and അത് പാടിയ ആർട്ടിസ്റ്റ് ഗായത്രി അശോക് is also a wonderful singer. കിനാവിലെ ജനാലകൾ തുറന്നിടുന്നതാരാണോ, വിമുഖമാ വിപഞ്ചിയിൽ വിരൽ തൊട്ടതാരാണോ, നിലാത്തൂവലാലെ മുടി മെല്ലെ മെല്ലെ തലോടി മയക്കുന്ന കാറ്റിന്റെ കൈകൾ, കിനാവിലെ ജനാലകൾ തുറന്നിടുന്നതാരാണോ, വിമുഖമാ വിപഞ്ചിയിൽ വിരൽ തൊട്ടതാരാണോ. സൂപ്പർ. ഇതുപോലെ കുറച്ച് മെലോഡിയസ് ആയിട്ടുള്ള പാട്ടും മലയാളത്തിലാണെങ്കിലും എല്ലാത്തിലും നന്നായിട്ട് പാടാൻ പറ്റുന്നു തോന്നുന്നു അല്ലേ? അപ്പൊ നെക്സ്റ്റ് ടൈം ഇനി ജെയ്ക് ചേട്ടനല്ലേ ഇവ എല്ലാവരും ഞാൻ മെലഡി പാടിയിട്ടുണ്ട്, മലയാളം പാടിയിട്ടുണ്ട്. ഏത് നമ്മുടെ ഫിലിപ്സ് എന്നൊരു മൂവി ഉണ്ട്, മുകേഷും അതിലൊരു ഹിഷാം അബ്ദുൽ വഹാബ്, ഹി ഡിഡ് ദ മ്യൂസിക്. അതിൽ സദാ എന്ന് പറഞ്ഞൊരു മെലഡി സോങ് പാടി. ദെൻ പൂക്കാലം മൂവിയിലും പാടിയിട്ടുള്ളത് മെലഡി സോങ് ആണല്ലേ? എനിക്ക് തോന്നുന്ന കൂടുതലും ആൾക്കാരുടെ ഉള്ളില് അറിയുന്നത് നിയോൺ റൈഡ് എക്സിസ്റ്റിംഗ് വർക്ക്സ് അത്രയും ഡിസ്കവർ ചെയ്തിട്ടുള്ള വർക്ക്സ് ഇതാണല്ലേ. പൂക്കാലം മൂവിയിലെ പാട്ടൊന്ന് പാടോ? വരൂ വരൂ മനസ്സേ നീ കൂടെ ഇരുൾ വിടും പുലർക്കാലമായി, വരൂ 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 വരൂ. നമ്മൾ മ്യൂസിക്കിനെ പറ്റി സംസാരിച്ചു, ലോക എല്ലാം സംസാരിച്ചു. നമുക്കൊരു കുട്ടി സെഗ്മെന്റിലേക്ക് പോവാം. ഓക്കെ. സോ നമ്മുടെ സെഗ്മെന്റിന്റെ പേര് നോ എക്സ്ക്യൂസസ് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതിന് പട്ടപ്പടേന്ന് ആൻസർ പറയാം, അതിന്റെ റീസണും പറയണം. ഓക്കെ. യാ. സോ ഫസ്റ്റ് വൺ, മോർണിംഗ് ഓർ നൈറ്റ് റെക്കോർഡിംഗ് സെഷൻസ്, വിച്ച് വൺ യു പ്രിഫർ? I would say morning. But why? Morning, രാവിലെ രാവിലെ എനിക്ക് കുറച്ചുകൂടി ഫ്രഷ് ആയിരിക്കും നമ്മുടെ വോയിസ്. നൈറ്റ് ആകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ആ വോയിസ് കുറച്ച് ടയേർഡായി ഒരു ത്രൂ ദ ഡേ കുറച്ച് ടയേർഡ് ആയിട്ട് വരും. സോ ഐ വുഡ് പ്രിഫർ മോർണിംഗ്. മോർണിംഗ് ആണ്. ഓക്കെ, നൈസ്. യു ഗോ ടു സ്നാക്ക് ഡ്യൂറിംഗ് റിഹേഴ്സൽസ്? ഞാൻ എന്തും കഴിക്കും, എനിക്ക് ഭക്ഷണം ഇഷ്ടം. എന്തും കഴിക്കും, ഞാൻ എന്തും കഴിക്കും, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നോൺ വെജിറ്റേറിയൻ, വെജിറ്റേറിയൻ? I love non-vegetarian. Yeah, my mom is from Calicut, my dad is from Kottayam, so it's like two food hubs. Nice. So yeah, love pure non-vegetarian. Yes. Okay, nice. So auto tune or raw vocals? Raw vocals. അതാണ് ഇഷ്ടം.
നത്തിങ് അഗൈൻസ്റ്റ് ഔട്ട്. നമ്മള് ഇപ്പൊ നമ്മൾ എല്ലാ ഇതിലും ട്യൂണിങ് ഈസ് എ വെരി നോർമൽ തിങ്. നമ്മളൊരു മൈനർ പിച്ച് കറക്ഷൻ എന്ന രീതിയിലാണ് മിക്ക ഫിലിംസിലും സോങ്സിലും ചെയ്യുന്നത്. ബട്ട് ഐ മീൻ ഐ ലവ് there's nothing more beautiful than like raw vocals cake and എക്സാക്ട്ലി. നമ്മൾ ഫുഡിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അമ്മ കാലിക്കറ്റ് എന്റെ അപ്പ കോട്ടയം അല്ലെ. അപ്പൊ ഏറ്റവും ഫേവറേറ്റ് ഫുഡ് എന്താ? അങ്ങനെ ചോദിക്കരുത്. അതാ ഐ വുഡ് ഈറ്റ് എനിത്തിങ്. അത് മൂഡ് അനുസരിച്ചാണ്. ആണല്ലേ? ഇനി ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് അങ്ങനെ അങ്ങനെ ശരി. എന്റെ ചോദിച്ചിട്ട് ഞാൻ കൺഫ്യൂസ്ഡ് ആവും. സോ സ്റ്റേജ് ഓർ സ്റ്റുഡിയോ, വിച്ച് എക്സൈറ്റ്സ് യു മോർ? ലൈക് സ്റ്റേജ് ആണല്ലേ? ലൈക്ക് ഇങ്ങനെ കുറെ ആൾക്കാർ. പെർഫോമിംഗ് ഇസ് എ വെരി ഡിഫറെന്റ് ഫീൽ ആണല്ലേ? ഏറ്റവും ഒരു സ്റ്റേജ് ഷോയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അനുഭവം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? സ്റ്റേജ് ഷോയിൽ ഐ തിങ്ക് ഞാൻ കഴിഞ്ഞ വർഷം തോന്നുന്നു ഞാൻ നമ്മുടെ വഡോദര ഗുജറാത്തിലെ ഒരു യൂണിവേഴ്സിറ്റി എന്ന് വിളിച്ചാൽ പാരുൽ യൂണിവേഴ്സിറ്റിക്ക് ഒരു ഷോ ചെയ്തായിരുന്നു. സോളോ ഷോ. പക്ഷെ ഓൾമോസ്റ്റ് ഒരു 3,000-4,000 പ്ലസ് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. സോ ദാറ്റ് വാസ് എ വെരി ബിഗ് അമേസിംഗ് എക്സ്പീരിയൻസ്. ആൻഡ് ഇത്രയും പേരുടെ മുമ്പിലല്ലേ? ഗുഡ് എക്സ്പീരിയൻസ്. നൈസ്. സോങ് യു ഹം ഇൻ ദ ഷവർ? സോങ് ഐ ഹം ഇൻ ദ ഷവർ അഗൈൻ ഡിപ്പെൻഡ്സ്. ആ ദിവസത്തിന്റെ മൂഡും കേട്ട ഒരു പാട്ട് എന്താണ് ഇന്നതെന്നൊന്നുമില്ല അല്ലെ? ഇപ്പോഴത്തേക്കും നമുക്ക് കിളിയെ വെക്കാം. കിളിയായിരിക്കും പാടുന്നത്. I would hum that in the shower. ആണല്ലേ? Okay, your favorite മലയാളം song trending on reels now? കിളിയെ പറയണ്ട, നമ്മൾ മൂന്ന് പറയാൻ പറ്റില്ല. വേറെ പറയണം. ഇപ്പൊ എന്താ ട്രെൻഡിങ് എന്ന് എനിക്ക് അറിയത്തില്ല. ബട്ട് ഇഷ്ടമുള്ളത് പറഞ്ഞു. മലയാളം ഇപ്പൊ ട്രെൻഡ് ചെയ്യുന്നോ? ലൈക് ഇപ്പൊ ട്രെൻഡ് ചെയ്യുന്ന റീൽസിലാണ്. ബട്ട് ദാറ്റ്സ് ഓക്കെ. മലയാളത്തിൽ ഏത് വേണമെങ്കിലും പറയാം. കിളിയെ ഒഴിച്ച് അങ്ങനെ ഒന്നും അങ്ങനെ പിക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബട്ട് I think നമ്മുടെ സുഷിന്റെ റേ is trending or it's in the playlist. Love that song. And again, Aaro Nenjil is also a song that I love to sing, love to cover. It's a beautiful song. Aaro Nenjil എന്നാ പിന്നെ അതും കൂടി ഒന്ന് സേബി ഇവിടെ വന്നിട്ട് ഞാൻ എങ്ങനെ പാട്ട് പാടിക്കാതെ വിടും? എത്ര പാട്ട് വേണമെങ്കിലും കേൾക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. ആരോ നെഞ്ചിൽ മഞ്ഞായി പെയ്യുന്ന നേരം താനേ വിണ്ണിൽ മിന്നാനൊരുങ്ങുന്ന താരം ഒരു തൂവൽ തെന്നലുമെല്ലേ മനമാകെ വന്നൊഴിയുമ്പോൾ അറിയാതെ കണ്ണുകളിന്തേ തേടി പെൺമണിയാലേ. Nice and such a beautiful movie also. Movie കണ്ടിട്ടില്ലേ? എപ്പോഴും വേണമെങ്കിലും റീവാച്ച് ചെയ്യാൻ പറ്റിയ ഒരു മൂവിയാണ് അല്ലേ? ഓക്കെ. ലാസ്റ്റ് മലയാളം സോങ് യു സേവ്ഡ് ഓൺ സ്പോട്ടിഫൈ? എടുത്തു പിന്നെന്താ? എനിക്ക് നോക്കട്ടെ, എടുത്തു നോക്കിക്കോ. 6091 തില്ലാന എന്ന് പറഞ്ഞൊരു ട്രാക്ക്. ഓക്കെ. സേബ അപ്പോഴത്തെ മൂഡ് അനുസരിച്ച് ലൈക്ക് അങ്ങനെ ഇന്ന കൈൻഡ് ഓഫ് ലൈക്ക് നമ്മളുടെ ആനന്ദം മൂവിയില് റോഷൻ ചെയ്ത ക്യാരക്ടർ പോലെ ഭയങ്കര ഹിപ്പ് ഹോപ്പ് ഒക്കെയാണ്. പക്ഷെ ദേവിയിലേക്ക് അങ്ങനത്തെ പാട്ടുള്ളവരാണോ? ആ മൂഡല്ല, നമ്മള് ഡിഫറെന്റ് മൂഡ് അനുസരിച്ച് ഞങ്ങളുടെ അടുത്ത് പ്ലേ ചെയ്യും. നൈസ്. ഓക്കെ. ഇഫ് യു ഹാഡ് ടു റീമിക്സ് വൺ ഓൾഡ് ക്ലാസിക്, വിച്ച് വുഡ് ഇറ്റ് ബി? ഓൾഡ് ക്ലാസിക് ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട്. ഈ ക്ലാസിക്സ് റീമിക്സ് ചെയ്യുന്ന പരിപാടി അത് നല്ല ടേസ്റ്റ്ഫുള്ളി ചെയ്താലേ ശരിയാവുള്ളൂ. റൈറ്റ്. ചില റീമിക്സസ് ആൻഡ് റീവേർഷൻസ് ഒക്കെ പഴയ പാട്ടിനെ ചിലപ്പോൾ നശിപ്പിക്കും. അതാണ്. സോ ചെയ്യുവാണെങ്കിൽ ഐ തിങ്ക് ഐ എം നോട്ട് ആക്ച്വലി ഷുവർ, ബട്ട് റീമിക്സ് മാഷപ്സ് പോലെ ഞാൻ പണ്ട് എന്റെ ഷോസിനൊക്കെ നമ്മുടെ ലഗ്ജാഗലയും മൈനാഗവും ഞാൻ മാഷപ്പ് ചെയ്ത് പാടുമായിരുന്നു. സോ മേ ബി സംതിങ് അബൌട്ട് ദാറ്റ്, ഒരു ഡിഫറെന്റ് അറേഞ്ച്മെന്റ് ഓഫ് ദാറ്റ്. അങ്ങനെയല്ലേ? പക്ഷെ എനിക്ക് തോന്നുന്നു സേബ അങ്ങനെ ഒരു പഴയ ഒരു മലയാളം സോങ് ആണെങ്കിലും അത് ജസ്റ്റ് ഒന്ന് റീഫ്രേസ് ചെയ്തൊരു അടിപൊളിയായിട്ട് ചെയ്ത അടിപൊളിയായിരിക്കും. ചെയ്യോ? ട്രൈ ചെയ്യണം. അപ്പൊ നെക്സ്റ്റ് ഇന്റർവ്യൂല് എനിക്ക് പറയാം, ഞാൻ പറഞ്ഞിട്ട്. ഓക്കെ. താങ്ക് യു സോ മച്ച്. കഴിഞ്ഞിട്ടില്ല, ഇനി ഒരു നെക്സ്റ്റ് സെഗ്മെന്റ്. ഇനി സേബനെ ഒരുപാട് പാട്ട് പഠിപ്പിച്ചിട്ട് നമ്മൾ വിടുള്ളൂ. ഓക്കെ. ഇത് ആക്ച്വലി കുറച്ച് എക്സൈറ്റിംഗ് ആണ്. ലൈക്ക് എങ്ങനെയാന്ന് വെച്ചാൽ ഞാനിപ്പോ കുറച്ച് ഓപ്ഷൻസ് തരും. ആ ഓപ്ഷൻസ് വെച്ചിട്ട് ഒരു പാട്ട്, ഇഷ്ടമുള്ള പാട്ട് ഞാൻ പറയാം. ഒരു പോയിന്റ്സ് ആണ്. അപ്പൊ അതില് ഒരു സെറ്റാണ് ഞാൻ പറയാൻ പോകുന്നത്. റെയിൻ, സീ, വാട്ടർ. റെയിൻ, സീ, വാട്ടർ. കർത്താവേ. എന്റെ അച്ഛൻ ഇപ്പൊ ഒരു പാട്ടിന്റെ കാര്യം പറഞ്ഞേ ഉള്ളൂ. സോ ദാറ്റ്സ് ഫ്രഷ് ഇൻ മൈ ഹെഡ്. മഴയേ തൂമഴയേ
That song, yeah. Yeah, nice. Okay. Any love? Train journey. Train. Actually, എൻ്റെ ഇപ്പൊ Little White Door is a song that I actually wrote while I was on the train on my way, like local Bombay local train ഇരുന്ന് ഇങ്ങനെ എഴുതിയ പാട്ടാ. So maybe that song. പാടിക്കോളൂ. I catch the earliest train that leaves before the morning starts to pour to somewhere far away, a place I can't even say when no one rings my telephone. Yeah, so Zeba, set number 3, festival, temple, crowd. അതെ, സ്കൂളും കോളേജും ഇട്ട് തുള്ളുന്ന ഒരു പാട്ടാണ്. എന്റെ മൈൻഡിലുള്ള പാട്ട് തന്നെ ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. പാടിക്കോളൂ. കാന്താ ഞാനും വരാ തൃശ്ശൂർ പൂരം കാണാൻ. അടിപൊളി. ഇനി സെറ്റ് നമ്പർ 4, ഐസ്ക്രീം ഫുഡ് ടേസ്റ്റ്. ഐസ്ക്രീം ഫുഡ് ടേസ്റ്റ്. ചെമ്പാവ് പൊന്നില്ലിൻ ചോറോ നിന്റെ മുത്താരം മിന്നുന്ന മുല്ലപ്പൂച്ചിരിയോ തനതിന്ന താനാതിന്ന താനാതിന്ന തിന്നിന്നോ തനതിന്ന താനാതിന്ന താനാതിന്ന തിന്നിന്നോ. ആ ഒരു ടോൺ വരുമ്പോഴേ നമുക്കറിയാം അവിടെ ആ വിഷ്വൽസ് നമ്മുടെ മൈൻഡിലേക്ക് വരും അല്ലെ. ആൻഡ് ആ മൂവി ബ്യൂട്ടിഫുൾ മൂവി. നമ്മൾക്ക് എനിക്ക് ഇപ്പോഴും ഈ ഫുഡിന്റെ കാര്യം പറഞ്ഞാലും എന്റെ മൈൻഡിലും വരുന്ന സോങ് അതായിരിക്കും. ആ സോങ്ങിന്റെ ഒരു പ്രത്യേകത അതാ, എല്ലാവരുടെയും മൈൻഡിൽ അതായിരിക്കും വരുന്നത്. ഓക്കെ, സോ ബ്ലഡ് ആക്ഷൻ ഫൈറ്റ്. ബ്ലഡ് ആക്ഷൻ ഫൈറ്റ്. ഇത് സേബ ആരും പറയാതെ പാടണം. ബ്ലഡ് ആക്ഷൻ ഫൈറ്റ്. സേബ തന്നെ ഏതാ, ഇതാണോ മറ്റേതാണോ? ഇഷ്ടമുള്ള പാടിക്കോ. അയ്യോനെ ഞാനല്ലല്ലോ പാടേണ്ടത്, സേബ പാടിക്കോ. ഇരുളാകെ നീറി നീറി ചിറയായി മാറി മാറി. അടിപൊളി അടിപൊളി. ബാക്കി ഞങ്ങള് സോങ് ഇട്ടോളാം അല്ലെ ചേട്ടാ, ബാക്കി പ്ലേ ചെയ്യാം. സെറ്റ് 6, ഗോസ്റ്റ് ഫിയർ ടെൻഷൻ. ഗോസ്റ്റ് ഫിയർ ടെൻഷൻ. 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 പണ്ടത്തെ നമ്മളുടെ യക്ഷി ഏത് പാട്ടാണെങ്കിലും കുഴപ്പമില്ല. യക്ഷിപ്പാട്ടാണോ വേണ്ടത്? ഗോസ്റ്റ് ഫിയർ ടെൻഷൻ എല്ലാം വേണം അതില്. ഒരു യക്ഷിയുള്ള പാട്ടായി കാരണം ഈ പാട്ട് ഞാൻ പാടാം. യെസ്. പാടി പാടും ഓക്കെ. എനി ബ്രേക്കപ്പ്, ഡെസ്പറേറ്റ്, ലവ് ഫെയിലിയർ. സാഡ്. കേൾക്കുമ്പോ തന്നെ സാഡ്. അത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, നമുക്ക് എത്ര വേണേലും സെലക്ട് ചെയ്യാൻ. അതൊക്കെ ധാരാളം ഉണ്ട്. നമ്മുടെ സാഡ് സോങ്സ്, അങ്ങനെ ബ്രേക്കപ്പ് ആയിട്ടിരിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ. അച്ഛാ ചൽതാ ഹൂം ദുആओं में याद रखना मेरे जिक्र का जुबां से स्वाद रखना धुंधों को में मेरे अच्छे काम रखना चिट्टी तारों में भी मेरा तो सलाम रखना. चना मेरे അതിന്റെ ഇത് സീൻ കേൾക്കുമ്പോ കാണുമ്പോ തന്നെ നമുക്ക് കപൂർ. ഓക്കെ, കോളേജ് ക്യാമ്പസ് ലവ് യങ് വൈബ്. എന്നോ യങ് വൈബ്. പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത്, ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ. ആ പാട്ടൊക്കെ ഉണ്ടാക്കിയ ഓളം അല്ലേ. ഇപ്പൊ അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ സലീമേട്ടന്റെ ചന്തു നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടില്ലേ. ചന്തുവിനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല, പക്ഷെ നാളെ ആക്ച്വലി എനിക്ക് SH കോളേജിൽ ഒരു ഇനോഗ്രേഷൻ ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ ഞാനും ചന്തുവാണ് ഇൻവൈറ്റ് ചെയ്തത് ഫോർ ദി ഇനോഗ്രേഷൻ. സോ ഐ സീ ഹിം ദേർ. ഓക്കെ, ചന്തു ആക്ച്വലി അടിപൊളിയായിട്ട് നമുക്കിടക്ക് സലീമേട്ടൻ എന്ന് വെച്ചാൽ പണ്ടുതൊട്ടേ നമ്മൾ കാണുന്ന ഒരാളാണല്ലോ. പെട്ടെന്ന് ചന്തുവും കുറെയൊക്കെ അതില് റെഫറൻസ് ഉള്ള പോലെ ഫീൽ ചെയ്യും ചില സീൻസിലൊക്കെ. പുള്ളിക്കാരൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇനി എന്തൊക്കെ പ്രോജക്ട്സ് ആണ് സേബയുടെ ലൈനപ്പ് ആയിട്ടിരിക്കുന്നത്? ഇപ്പൊ ഐ മീൻ ഈ സോങ് തന്നെയാണ് ഇപ്പൊ പ്രൈമറി ഫോക്കസ്. അപ്പൊ ഈ സോങ് ഇപ്പൊ പ്രൊഡക്ഷനും മാസ്റ്റർ എല്ലാം കഴിഞ്ഞു, സോങ് റെഡിയാണ്. ഇപ്പൊ മ്യൂസിക് വീഡിയോയുടെ പ്ലാൻസ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്.
അപ്പൊ അതിന്റെ കാസ്റ്റിംഗ് ബാക്കിയെല്ലാം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഐ തിങ്ക് ബൈ നെക്സ്റ്റ് മന്ത് ഞങ്ങൾ കൊച്ചി തന്നെ ആയിരിക്കും മിക്കവാറും ഷൂട്ട്. അതിന്റെ സോ ദെൻ I hope to do a little tour, like organize a little pan India, couple of cities എടുത്തിട്ട് ഒരു ടൂർ. അപ്പൊ അതും ഒന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്, ലൈവ് ഷോയിന്റെ ഒരു ടൂർ. നൈസ്. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. ഒരുപാട് നല്ല നല്ല മൂവീസില് പാട്ടാവട്ടെ, ഒരുപാട് നല്ല നല്ല പാട്ടുകൾ ഞങ്ങൾക്ക് സമ്മാനിച്ചതിന് ഒരുപാട് നന്ദി. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ഹാവിംഗ് ദിസ് കോൺവെർസേഷൻ വിത്ത് us. Thank you for having me. Yeah, sure. Thank you.